ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ ഇനിയും പുതുക്കിയിട്ടില്ലെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ആധാർ കാർഡിലെ വിശദാംശങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി സർക്കാർ വീണ്ടും നീട്ടി. 2024 സെപ്റ്റംബർ 14 വരെ ഫീസില്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇതിനോടകം തന്നെ പലതവണ കേന്ദ്ര സർക്കാർ സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സമയം നൽകിയിരുന്നു. ജൂൺ 14 വരെയായിരുന്നു ഇതിനുള്ള അവസാന അവസരമായി സർക്കാർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ സമയപരിധിയാണ് 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 14 ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും. മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിൽ നിർബന്ധമായും കാർഡുടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. പേര്, വിലാസം, ജനനത്തീയതി, മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി UIDAI വെബ്സൈറ്റിൽ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. അതേസമയം ഫോട്ടോ, ബയോമെട്രിക്, ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം. 2016 ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് വ്യക്തികൾ ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ 10 വർഷത്തിലൊരിക്കൽ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഡോക്യുമെന്റുകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ കുട്ടികളിൽ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ അവരുടെ ആധാർ കാർഡിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? UIDAIയുടെ വെബ്സൈറ്റായ uidai.government.in സന്ദർശിച്ച് ഭാഷ തിരഞ്ഞെടുക്കുക. തുടർന്ന് മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് യുവർ ആധാർ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ആധാർ ഡീറ്റെയിൽസിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകി ലോഗിൻ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ OTP ലഭിക്കും. ഇത് നൽകി ലോഗിൻ ചെയ്യുക. തുടർന്ന് ഏത് വിവരമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുത്ത് കൃത്യമായി പൂരിപ്പിച്ചു നൽകുക. തിരുത്തേണ്ട വിവരങ്ങളുടെ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു കൊടുക്കാം. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.